നമസ്കാരം. കെ ജനീഷ് കുമാർ MLA ശുദ്ധ വിവരക്കേടും യുവരാജ് ഗോകുലിന്റെ ട്രോളലും. ഇന്ന് ഭാരതത്തിന്റെ പ്രസിഡന്റ് അഥവാ ഭാരതത്തിന്റെ രാഷ്ട്രപതി ശ്രീ ദ്രൗപദി മുർമു ശബരിമല കയറിയിരിക്കുകയാണ്. ശബരിമല കയറി അയ്യനെ കൺകുളിർക്കെ കണ്ട വാർത്തകളെല്ലാം തന്നെ ഇന്ന് എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടയിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയൊക്കെ ദർശനത്തിന് വരുമ്പോൾ VVIP സെക്യൂരിറ്റിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അറിയാം. നമുക്ക് സാമാന്യമായി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. കേരളത്തിലെ പോലീസിനും ആഭ്യന്തര വകുപ്പിനും അതിൽ നിർണായകമായ റോളുമുണ്ട്. ആ തരത്തിൽ ദ്രൗപദി മുർമു വരുന്നതിന് മുമ്പ് തന്നെ ശബരിമലയിലേക്കുള്ള പാതകളിലെ മരങ്ങളൊക്കെ തന്നെ മുറിക്കുകയും അതിന് വനംവകുപ്പും ഫയർഫോഴ്സിനെ ഒക്കെ നിയോഗിച്ചു. അവിടേക്കുള്ള റോഡുകളെല്ലാം തന്നെ ടാർ ചെയ്തു. അതൊക്കെ രാഷ്ട്രപതി വരുന്നത് കൊണ്ട് തന്നെ ഭക്തന്മാർക്ക് ഒരുപാട് ഉപകാരമുണ്ടായി. കാരണം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളൊക്കെ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ടാർ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മരങ്ങളൊക്കെ മുറിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് ഭാഗ്യരെന്ന് പറയട്ടെ, എന്നിട്ടും ഇന്ന് രാഷ്ട്രപതി ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് പമ്പയിലേക്കുള്ള പാതയിൽ ഈ പറയുന്ന പോലെ ഒരു മരം വീണ് അത് പക്ഷെ പൊടുന്നനെ തന്നെ ഫയർഫോഴ്സും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് മുറിച്ചു നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ തന്നെ ദ്രൗപദി മുർമു ഈ പറയുന്ന പോലെ റാന്നിയിൽ എത്തി അവിടെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഹെലിപ്പാഡിൽ ഇറങ്ങിയ സമയത്ത് ഹെലിപ്പാഡ് താൽക്കാലികമായി നിർമ്മിച്ച ഹെലിപ്പാഡായിരുന്നു. പക്ഷെ ആ ഹെലിപ്പാഡിന്റെ പുറത്ത് കോൺക്രീറ്റും സിമെന്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഹെലിപ്പാഡ് ഉറച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി വന്നത്. അതിൽ ഈ പറയുന്ന പോലെ ഹെലികോപ്റ്ററിന്റെ 2 ചക്രങ്ങളും അതിൽ താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ മാധ്യമങ്ങളൊക്കെ പറയുകയും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തു. ഇത് ഏകദേശം 500 മീറ്റർ അകലെ നിന്നാണ് മാധ്യമങ്ങൾ ഈ കാഴ്ചകളൊക്കെ തന്നെ അവർ ക്യാമറയിൽ ഒപ്പിയെടുത്തത്. കാരണം ആ ഹെലിപ്പാഡിന്റെ പരിസര പ്രദേശത്തേക്ക് മാധ്യമപ്രവർത്തകരെ കടത്തിവിട്ടിരുന്നില്ല. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് അറിയാവുന്ന ആളുകൾ തന്നെയാണ് മാധ്യമപ്രവർത്തകരെ വിലക്കിയത്. ഈ പറയുന്നത് പോലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ താഴ്ന്നു കിടക്കുന്ന ചിത്രം മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന പ്രചാരണം എല്ലായിടത്തും വന്നു. എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ അന്വേഷണം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം രാഷ്ട്രപതിയാണ് വന്നിരിക്കുന്നത്, സർവ്വ സൈന്യത്തിന്റെയും അധിപയാണ് രാഷ്ട്രപതി. മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പൗരയാണ്. അതൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ സുരക്ഷ കൊടുക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. ആ രാഷ്ട്രപതിക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുന്ന ഒരു കാര്യമായിരിക്കും അത് എന്ന കാര്യത്തിലും സംശയമില്ല. അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് വേറെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കെ ജനീഷ് കുമാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നത്. കെ ജനീഷ് കുമാർ മാത്രമല്ല, റവാഡ ചന്ദ്രശേഖർ ബഹുമാനപ്പെട്ട DGP പറഞ്ഞത് ഒരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഹെലിപാഡിൽ കോൺക്രീറ്റ് നിർമ്മിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് ആ ഒരു കാലയളവിനുള്ളിൽ അത് പൂർത്തീകരിക്കാനുള്ള തീരുമാനങ്ങളൊന്നും തന്നെ അവർ എടുത്തിരുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്ത് വന്നിട്ടുള്ളത്, ഈ പറയുന്നത് പോലെ ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ അവിടെ കുടുങ്ങിപ്പോയത്. കെ ജനീഷ് കുമാർ MLA ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് മാധ്യമങ്ങൾ എന്തോ തരത്തിൽ ഇതിനെ വളച്ചൊടിച്ചു, അവിടെ യാതൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല, രാജ്യത്തിന്റെ പ്രഥമ പൗര വന്ന സമയത്ത് ഇത്തരത്തിലൊരു വാർത്ത കൊടുത്ത് സംസ്ഥാനത്തെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ ന്യായീകരണമാണ് കെ ജനീഷ് കുമാർ. പക്ഷെ പിന്നീട് കണ്ടത് ന്യായീകരണത്തിന്റെ ഒരു ഭീകരമായ വേർഷനായിരുന്നു. അതായത് മറ്റൊരു CPM ആളുകളും സൈബർ സഖാക്കൾ പോലും ന്യായീകരിക്കാത്ത വിധത്തിലാണ് കെ ജനീഷ് കുമാർ ന്യായീകരിച്ചത് എന്നുള്ളതാണ് സത്യം. അദ്ദേഹം പറയുന്നത് പൈലറ്റ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്രയും പോലീസുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം ഈ പറയുന്ന ഹെലികോപ്റ്റർ തള്ളി നീക്കാൻ സഹായിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഹെലികോപ്റ്റർ തള്ളി നീക്കണമെന്ന് പൈലറ്റ് പറഞ്ഞിട്ടുണ്ടാവുക? കേവലം നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. സ്വാഭാവികമായും ഹെലികോപ്റ്റർ അവിടെ കുടുങ്ങിയ ഹെലികോപ്റ്റർ തള്ളി നീക്കുക എന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എന്നുള്ളത് ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ അറിയാവുന്ന ഒരു കാര്യത്തെയാണ് കെ ജനീഷ് കുമാർ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകാൻ തുടങ്ങിയത്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, അതെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് എന്ന് പറയുകയും അതുകൊണ്ടായിരിക്കുമല്ലോ പിന്നീട് മാധ്യമങ്ങളെ അവിടേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുകയും മാധ്യമങ്ങളെ വിലക്കുകയും ചെയ്തത്, അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഒട്ടാകെ അവിടെ നിന്ന് വിലക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ സംഭവിച്ചത്. എന്തായാലും
പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അഥവാ ഈ ഹെലികോപ്റ്റർ അവിടെ ഹെലിപ്പാഡിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചക്രങ്ങൾ ആ ഒരു സിമെന്റിൽ ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? താഴേക്കല്ലേ താഴ്ന്നു പോയത്, ഹെലികോപ്റ്റർ പൊന്തേണ്ടത് മുകളിലേക്കല്ലേ, പിന്നെ എന്താണ്? ഇത് കണ്ടപ്പോ നമ്മള് ഈ പഴയ സുരാജ് വെഞ്ഞാറുമൂടിന്റെ കോമഡിയും ജഗതിയുടെ കോമഡിയും ഒക്കെ കണ്ട് ചിരിച്ച ആളുകളാണ് നമ്മൾ. ഒരു MLA യുടെ വിവരം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് MLA ചോദിക്കുന്നത്, താഴേക്കാണ് ചക്രം കുടുങ്ങിയിരിക്കുന്നത്, ആ ഒരു സിമെന്റും ഈ പറയുന്നത് പോലെ ഈ സിമെന്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത്, മെറ്റലും എല്ലാം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ആ വാർപ്പ് മര്യാദയ്ക്ക് ഉറയ്ക്കാത്തത് കൊണ്ട്, ആ കോൺക്രീറ്റ് മര്യാദയ്ക്ക് ഉറയ്ക്കാത്തത് കൊണ്ട് അവിടെ താഴ്ന്നു പോവുകയാണ്. അത് നിർബന്ധമായിട്ടും കേരളത്തിൽ വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. NSD പരിശോധിച്ചു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. NSD പരിശോധിച്ചു, NSDയോട് പറഞ്ഞിട്ടുണ്ടാവുക ഇത് 2 ദിവസം കൊണ്ട് സെറ്റ് ആകും എന്ന രീതിയിലേക്കാണല്ലോ NSDയോട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ശരിയായ വാദമല്ല. എങ്കിലും അദ്ദേഹം പറയുന്നത്, ഇത് താഴോട്ടാണ് പോയിട്ടുള്ളത്, മേലോട്ട് പോകേണ്ട ഹെലികോപ്റ്ററിന് താഴ്ന്നു പോയാൽ എന്താണ് എന്നാണ് MLA ചോദിച്ചത്. ഇതിലപ്പുറം വേറെ എന്താണ് പറയാനുള്ളത്? MLA-യുടെ ഒരു ബുദ്ധിയും MLA-യുടെ ഒരു വൈഭവവും മാത്രമല്ല എന്തിനേയും ന്യായീകരിക്കാനുള്ള ആ ഒരു കഴിവും അതൊക്കെ നമ്മൾ മാതൃകയാക്കണം. മറ്റു രാഷ്ട്രീയക്കാർ തന്നെ മാതൃകയാക്കണം എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിയമസഭ തല്ലിപ്പൊളിച്ചതിന് ശേഷം ഞങ്ങൾ തല്ലിപ്പൊളിച്ചിട്ടില്ല, കേരളത്തിലെ ആളുകളെല്ലാം തന്നെ ലൈവായി കണ്ട കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇവിടുത്തെ സഖാക്കൾ. അതിൽ പരം തൊലിക്കട്ടിയൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതിനെയും മാറ്റിമറിക്കുന്ന ഒരു തൊലിക്കട്ടി, താഴ്ന്നു പോയ ഹെലികോപ്റ്റർ മുകളിലേക്കാണ് പൊന്താനുള്ളത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്ന KU ജനീഷ് കുമാറിന്. ഈ കൂട്ടത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇതുമായി ബന്ധപ്പെട്ട KU ജനീഷ് കുമാർ ഇങ്ങനെ പറഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ വാർത്തയ്ക്ക് കീഴിൽ കുറേയധികം ആളുകൾ KU ജനീഷ് കുമാറിനെ ട്രോളിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിലാണ് യുവരാജ് ഗോകുലിന്റെ ഒരു പ്രധാനപ്പെട്ട കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിന് മുകളിലേക്ക് തെങ്ങ് കയറണം? തേങ്ങ താഴോട്ടല്ലേ വീഴുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ മുകളിലേക്ക് കയറി പറിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു നമ്പർ 1 ട്രോൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനൊക്കെ ഇത് മാത്രമേ മറുപടിയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. കാരണം യുവരാജ് ഗോകുലിന്റെ ആ കാര്യത്തിൽ എന്താണ്, അദ്ദേഹത്തിന്റെ ആ നർമ്മബോധത്തെ നമ്മൾ ഏറെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഇതിലും നല്ലൊരു മറുപടി അദ്ദേഹത്തിന് കൊടുക്കാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തെങ്ങ് സ്വാഭാവികമായും തേങ്ങ താഴോട്ട് വീഴേണ്ടതാണ്, പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി ആളുകളെയൊക്കെ പൈസ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് തെങ്ങിന്റെ മുകളിലേക്ക് കയറുന്നത് എന്നാണ് ചോദ്യം. ഈ ജനീഷ് കുമാറിന്റെ ഈ പറയുന്ന ബുദ്ധി അനുസരിച്ച് ഇതും കേവലമായ ബുദ്ധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായ മറുപടി തന്നെയാണ് യുവരാജ് ഗോകുൽ കൊടുത്തിരിക്കുന്നത്. ആ യുവരാജ് ഗോകുലിന്റെ ആ കമന്റിൽ ഒരുപാട് ലൈക്കും കമന്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അലക്കി പൊളിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ KU ജനീഷ് കുമാറിനെ പിന്തുണച്ചു കൊണ്ടുവരുന്ന സൈബർ സഖാക്കളൊക്കെ തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ന്യായീകരിക്കുക എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഇത്തരത്തിലുള്ള ന്യായീകരണം വെച്ചുകൊണ്ടാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് സൈബർ സഖാക്കൾ പോകുന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. എന്തായാലും മൂക്കിന് അടികൊണ്ട ഷാഫി എന്തുകൊണ്ടാണ് നടന്നു വന്നത്, അല്ലെങ്കിൽ നടക്കാതെ ഈ പറയുന്ന പോലെ എന്താണ് വീൽ ചെയറിൽ, അദ്ദേഹം രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നടന്നാണ് പോയത്, പിന്നീട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീൽ ചെയറിൽ വന്നു. മൂക്കിന് ഓപ്പറേഷൻ ചെയ്ത ആൾ എന്തിനാണ് നടക്കാതെ വീൽ ചെയറിൽ വന്നത് എന്ന് ചോദിച്ച സൈബർ സഖാക്കളാണ്. അതിലപ്പുറത്തേക്ക് ഇവരിൽ നിന്ന് ഈ വലിയ എന്താണ് വിവരമുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന ഒരു സത്യമാണ്. എങ്കിലും നേതാക്കന്മാർ, സൈബർ സഖാക്കളുടെയോ അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറിയുടെ നിലവാരത്തിലേക്കൊന്നും പോകേണ്ട ആളുകളല്ലല്ലോ നേതാക്കന്മാർ എന്ന് പറയുന്നത്. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ KU ജനീഷ് കുമാർ MLA ആണ്. ആ MLA ഒക്കെ ഈ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന കാര്യത്തിൽ ഒന്നും തോന്നുന്നില്ല. എന്തായാലും ഇത് വലിയൊരു ട്രോളായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്.